അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ കൊച്ചിൻ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാറുള്ള ആ ഒരു ഗീ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നെയ്യൊന്നും അങ്ങനെ കൂടുതലായിട്ട് ചേർക്കൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് 8 മുട്ട വെച്ചിട്ട് 2 കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേക്ക് മതി എന്നുണ്ടെങ്കിൽ 4 മുട്ട വെച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു കേക്ക് മാത്രമാണെങ്കിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതുപോലെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് സ്പൂണാണ്. പിന്നെ അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ആ ഒരു ബേക്കിംഗ് പൗഡറും മൈദയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര കുറക്കാം കേട്ടോ. ഇതൊരു പാകത്തിനുള്ള മധുരമാണ്. പിന്നെ നിങ്ങളെ കയ്യിൽ ഓൾറെഡി ഗ്രാനൂൾസ് ഷുഗറാണ് ഉള്ളതെങ്കിൽ ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഗ്രാനൂൾസ് ഷുഗർ എന്ന് പറയുന്നത് ചെറിയ തരിയുള്ളൊരു പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ പൊടിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. എന്നാലും ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്, നല്ലോണം പൊടിക്കാതെ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 8 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പഞ്ചസാര കുറേശ്ശേ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട. ഒരു 1/4 കപ്പ് ആ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഒരു 3-4 പ്രാവശ്യം കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പഞ്ചസാര ഇങ്ങനെ കംപ്ലീറ്റ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറേശ്ശേ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ എന്തിലാണോ ബേക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ആ ഒരു പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കണം. അതുപോലെ ഓവനാണെങ്കിൽ ഓവന് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ മൊത്തം ഷുഗർ ചേർത്തിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു 8-10 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും ടോട്ടലായിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദ കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട. മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്പാച്ചില വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഈ ഒരു എഗ് ബീറ്ററിൽ തന്നെ ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ സ്പീഡിൽ ഒരിക്കലും മിക്സ് ചെയ്തെടുക്കരുത്. ലോ സ്പീഡിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു മുട്ട ഫ്ലഫി ആയതൊക്കെ താണു പോവും ഹൈ സ്പീഡിൽ വെച്ച് ചെയ്താൽ. അപ്പോൾ നമ്മുടെ കേക്ക് ഒട്ടും സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു മുട്ട പതപ്പിക്കുന്നതിലാണ് നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം മൈദ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്യൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയും 8 മുട്ടക്ക് 1 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. മെഷർമെൻറ്റ് കപ്പിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ 4 മുട്ട വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ മെൽറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് വേണമെന്നൊന്നുമില്ല, ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ വനില എസൻസും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ ലോ സ്പീഡിൽ. അപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു സൈഡൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇനി ബേക്ക് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിത് ബേക്കിംഗ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ബേക്കിംഗ് ട്രേയിൽ ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ നെയ്യ് പുരട്ടി കൊടുത്ത് അതിൻ്റെ മേലെ ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു 2 ബേക്കിംഗ് ടിന്നിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ OTG ഓവനിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് 160 അല്ലെങ്കിൽ 170 ഡിഗ്രിയിൽ ഒരു ഓൾമോസ്റ്റ് 30 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ്സ് ആകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. അതിന് മുന്നേ കൂടെ തുറന്ന് നോക്കരുത്. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നെങ്കിലും ഈ ഒരു സമയം തന്നെയാണ് കേട്ടോ. ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 7 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രമാണ്. നല്ല ചൂടുണ്ട്. 7 മിനിറ്റായി ചൂടാക്കാൻ വെച്ചിട്ട്. ഇതിനകത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഒരു ഓൾമോസ്റ്റ് 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ 30 മിനിറ്റിന് മുന്നേ തുറന്ന് നോക്കരുത്. അതുപോലെ വേറെ ഒരെണ്ണം ഞാൻ വേറൊരു പാത്രത്തിനകത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതും പ്രീഹീറ്റ് ചെയ്ത പാത്രമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയർ വെച്ചത് പെട്ടെന്ന് ബേക്കാവും. റൗണ്ട് ഉള്ളത് കുറച്ച് സമയം എടുക്കും. ഒരു 5-10 മിനിറ്റിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും നമ്മൾ എടുക്കുന്ന ബേക്കിംഗ് ട്രേൻ്റെ ഇതനുസരിച്ച്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം.
ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ലോഫ് ഉണ്ടെങ്കിൽ ബ്രെഡ് ലോഫിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. അതുപോലെ നല്ല സ്മെല്ലും, ആ ഒരു നെയ്യിൻ്റെ ഒക്കെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ട്രേയിലുള്ളതും കൂടെ ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.